നമുക്കറിയാം, ഇക്കഴിഞ്ഞ ദിവസം യുദ്ധം തുടങ്ങിയതു മുതൽ ഇസ്രയേൽ കാണാത്ത രീതിയിലുള്ള ആക്രമണ പരമ്പരകൾക്കാണ് ഇസ്രയേൽ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആക്രമണങ്ങളാണ് ഇറാൻ അയച്ചുവിട്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഇറാൻ മുമ്പത്തേതിൽ നിന്ന് വ്യത്യസ്തമായി ഞങ്ങൾ എത്രത്തോളം മിസൈലുകൾ അയക്കുന്നുണ്ടെന്നും എത്ര വേവ്സ് ഞങ്ങൾ അയച്ചെന്നും എല്ലാ ദിവസവും അപ്ഡേറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇസ്രയേലിൻ്റെ കള്ളങ്ങൾക്കൊന്നും യാതൊരുവിധ പ്രസക്തിയില്ലെന്ന് നമുക്കറിയാവുന്നതാണ്. ഇക്കഴിഞ്ഞ ദിവസം ശനിയാഴ്ച രാത്രി ഞായറാഴ്ച പുലർച്ചെ ഇസ്രയേലിലെ രണ്ട് സ്ഥലങ്ങളിൽ, പ്രധാനപ്പെട്ട അറാദ് അതുപോലെ തന്നെ ഡിമോണയിൽ നടന്ന ആക്രമണങ്ങൾ എന്ന് പറയുന്നത് ഇസ്രയേലി ഭരണകൂടത്തെയും ഇസ്രയേലി നേതാക്കളെയും ജനങ്ങളെയും ഞെട്ടിച്ച ആക്രമണമായിരുന്നു. എന്നാൽ അതിന് ശേഷം ടെല്ലവീവിൽ വിവിധ ഇടങ്ങളിൽ ഇറാൻ വീണ്ടും ക്ലസ്റ്റർ മിസൈൽ ആക്രമണങ്ങൾ നടത്തി എന്നുള്ളതാണ്. ഈ മിസൈൽ ആക്രമണങ്ങളിലൊക്കെയും നിരവധി പേർ മരിക്കുകയും നിരവധി പരിക്കുകൾ സംഭവിച്ചിട്ടുണ്ട്. എന്നാൽ മരണത്തിൻ്റെ വാർത്ത ഇസ്രയേൽ പുറത്തുവിടുന്നില്ല എന്നുള്ളതാണ്. ഇക്കഴിഞ്ഞ ദിവസം നമ്മുടെ കേരളത്തിലെ ഒരു മലയാളി പോലും ഇസ്രയേലിൽ ഇത്തരത്തിൽ മരണപ്പെട്ടിട്ട് അവരുടെ ഔദ്യോഗിക മരണസംഖ്യയിൽ ഇതുവരെ അത് ചേർത്തിട്ടില്ലെന്നും മറ്റുമൊക്കെയുള്ള വാർത്തകൾ നമുക്ക് അറിയാവുന്നതാണ്. ഇത്തരത്തിൽ ഇസ്രയേലിൽ നിരവധി നാശനഷ്ടങ്ങളാണ് ഇറാൻ വരുത്തി വെച്ചുകൊണ്ടിരിക്കുന്നത്. ഈ അറാഡിലെയും അതുപോലെ തന്നെ അറാദിലെയും ഡിമോണയിലെയും ആക്രമണങ്ങൾ ഏതുതരം മിസൈലുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇറാൻ നടത്തിയത് എന്ന് പോലും ഇസ്രയേലിലെ IDF അന്വേഷിച്ചു വരികയാണ്. ഈ മിസൈലുകൾക്ക് എതിരെ ഇന്റർസെപ്ഷൻ മിസൈലുകൾ അയച്ചെങ്കിലും ആ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്ക് തകർക്കാൻ കഴിയാത്ത രീതിയിലുള്ള ഏതോ ഒരു മിസൈലാണ് ഇറാൻ ഉപയോഗിച്ചിട്ടുള്ളത് എന്ന്, കൂടുതൽ അപകടകാരിയായ മിസൈൽ ആയിരിക്കാമെന്നും പ്രാഥമികമായി IDF പറയുന്നു എന്നുള്ളതാണ്. ഈ സംഭവ സ്ഥലം ഇസ്രയേലിലെ പ്രതിപക്ഷ നേതാവും അതുപോലെ തന്നെ ഇസ്രയേലി പല മന്ത്രിമാരും അതുപോലെ സാക്ഷാൽ പ്രൈം മിനിസ്റ്റർ ബെന്യാമിൻ നെതന്യാഹു തന്നെ സംഭവ സ്ഥലം സന്ദർശിക്കുകയും ഇത് സിവിലിയൻ കേന്ദ്രങ്ങൾ, സാധാരണക്കാർക്ക് നേരെയുള്ള ഇറാന്റെ ഏറ്റവും കടുത്ത ആക്രമണമാണെന്നും ഈ ആക്രമണത്തെ ബെന്യാമിൻ നെതന്യാഹു അപലപിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം, സാധാരണ സിവിലിയൻ കേന്ദ്രങ്ങളെ ഇറാൻ ലക്ഷ്യമിട്ടു അതിനെ അപലപിക്കുന്ന പ്രധാനമന്ത്രിയാണ്. ഇതുവരെ ഇറാനിൽ 200-ൽ പരം കുട്ടികളെ, 210 കുട്ടികളെ കൊന്നുവെന്ന് ഇക്കഴിഞ്ഞ ദിവസം ഇറാന്റെ ആരോഗ്യമന്ത്രി തന്നെ പറയുന്നത്. ലോകമൊട്ടുക്കും അറിയാവുന്ന ഒരു വിഷയമാണ്. 28-ാം തീയതി ഇസ്രയേലും അമേരിക്കയും ഇറാനിൽ യുദ്ധം ആരംഭിച്ച ആ ദിവസം തന്നെ 150-ൽ പരം കുട്ടികൾ, 165ഓളം വരുന്ന കുട്ടികളെ ഒരു സ്കൂളിന് ആക്രമണം നടത്തുകയും അവിടെ തത്സമയം തന്നെ ദാരുണാന്ത്യം സംഭവിക്കുന്ന രീതിയിലുള്ള ഒരു ആക്രമണം അയച്ചുവിട്ട വിഷയം അറിയാവുന്നതാണ്. ഇതിൽ ലോകത്തെ ആംനസ്റ്റി ഇന്റർനാഷണലും അതുപോലെ തന്നെ വിവിധ സംഘടനകളും ഇത് അപലപിക്കുകയും ഇസ്രയേൽ ഇത്തരത്തിൽ കുട്ടികളെ ലക്ഷ്യം വെക്കുന്നത്, കുട്ടികളെ കൊന്നു തള്ളുന്നത് നിർത്തണമെന്ന് പറയുകയും ചെയ്തിരുന്നു. ഇത്തരത്തിൽ ഇറാനിൽ ആയിരക്കണക്കിന് സാധാരണക്കാരെയും അതിൽ 210ഓളം കുട്ടികളെയും കൊന്നെടുക്കുകയും ചെയ്ത ബെന്യാമിൻ നെതന്യാഹുവും സംഘവുമാണ് ഇപ്പോൾ ഇറാൻ സാധാരണക്കാരെ ലക്ഷ്യമിടുന്നെന്നും ഇതിനെ അപലപിക്കുകയും ചെയ്തുകൊണ്ട് മുന്നോട്ട് വരുന്നത്. ഇസ്രയേൽ പ്രധാനമന്ത്രി സംഭവസ്ഥലം സന്ദർശിച്ചുകൊണ്ട് പറയുന്നത് ഇറാന്റെ ഇത്തരം മിസൈലുകൾ വളരെ പ്രഹരശേഷി കൂടിയതാണെന്നും എന്തിലധികം ഇക്കഴിഞ്ഞ ദിവസം UK ബേസിലേക്ക് 4000 കിലോമീറ്ററുകൾ അപ്പുറത്തേക്ക് ആക്രമിക്കാൻ പോലും ഇറാന് കഴിയുന്നുവെന്നും ഇത് യൂറോപ്പിലുടനീളവും ഇസ്രയേലിലും ഈ ഏഷ്യൻ രാജ്യങ്ങളിലും മാത്രമല്ല യൂറോപ്പിലുടനീളം ആക്രമിക്കുവാൻ ഇറാന് ശക്തിയുണ്ടെന്ന് ഇത് തെളിയിക്കുന്നു എന്നും ബെന്യാമിൻ നെതന്യാഹു പറയുകയായിരുന്നു. ഇത് ഞങ്ങൾക്ക് മാത്രമല്ല, ഇറാനെ യൂറോപ്പിലെ ഭരണകർത്താക്കൾ പോലും ഭയക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണെന്ന് ഫോക്സ് ന്യൂസിന് കൊടുത്ത അഭിമുഖത്തിൽ അദ്ദേഹം പറയുകയാണ്. പക്ഷേ കഴിഞ്ഞ ദിവസം നമുക്കറിയാം, ഈ 4000 കിലോമീറ്റർ അപ്പുറത്തുള്ള UK ബേസ് ഞങ്ങളല്ല ആക്രമിച്ചതെന്നും അത് മറ്റാരോ ഇസ്രയേൽ തന്നെ ആക്രമിച്ചതായിരിക്കാമെന്നും പറഞ്ഞുകൊണ്ട് ഇറാൻ രംഗപ്രവേശനം നടത്തുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. അതുപോലെ ഒമാനിലേക്കും സൈപ്രസിലേക്കും ഞങ്ങളല്ല, തുർക്കിയിലേക്കും ഞങ്ങളല്ല ആക്രമണം നടത്തിയതെന്ന് പലതവണയായി ഇറാൻ പറഞ്ഞിട്ടുള്ള വിഷയവുമാണ്. ഇത്തരത്തിൽ ഇതിന് നടുവിൽ ഇറാന്റെ ഡ്രോണുകൾ എന്നോണം അതേപോലെ നിർമ്മിക്കുന്ന അമേരിക്കൻ ഡ്രോണുകൾ ഉപയോഗിച്ചും മിസൈലുകൾ ഉപയോഗിച്ചും ഇസ്രയേൽ ആക്രമണം നടത്തുന്നുണ്ടോ എന്നുള്ളത് വളരെ ഫലപ്പെട്ട ഒരു സംശയമായി അന്താരാഷ്ട്ര സമൂഹത്തിനിടയിൽ നിലനിൽക്കുകയാണ്. ഈ അറാഡിലെയും
ഡിമോണയിലെയും ദൃശ്യങ്ങൾ കാണുമ്പോൾ ലോകം തന്നെ ഞെട്ടിപ്പോകുന്ന രീതിയിലാണ് ഇറാനിയൻ മിസൈലുകൾ ഡിമോണയിൽ അറാദിലും വരുത്തിവെച്ച പരിക്കുകൾ എന്നുള്ളത് നമ്മെ ഏവരെയും ഞെട്ടിപ്പിക്കുന്നു. അവിടെ നിന്ന് വരുന്ന ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ കാണുമ്പോൾ ഒരു ഇറാനിയൻ മിസൈലിന് ഇത്രത്തോളം വലിയ ആഘാതങ്ങൾ സൃഷ്ടിക്കുവാൻ കഴിയുമോ എന്നുള്ളത് നമ്മെ അതിശയപ്പെടുത്തുന്നു എന്നുള്ളതാണ്. IDF പ്രാഥമികമായി പറയുന്നത് 100-ൽ പരം കിലോഗ്രാം വാർ ഹെഡുകൾ, സ്ഫോടക വസ്തുക്കൾ നിറച്ച മിസൈലുകളായിരുന്നു ഇറാൻ ഇതിനു വേണ്ടി ഉപയോഗിച്ചിരുന്നത് എന്നുള്ളതാണ്. ഞങ്ങൾ തീരുമാനിച്ച് തുനിഞ്ഞിറങ്ങിക്കഴിഞ്ഞാൽ ഇസ്രയേലിന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഞങ്ങൾക്കൊരു പ്രശ്നമല്ല എന്ന് തെളിയിക്കുന്ന രീതിയിലായിരുന്നു ഇറാന്റെ ഈ ആക്രമണം. അതിനുശേഷം ഞായറാഴ്ച ഉടനീളം ഇസ്രയേലിൽ ഹിസ്ബുള്ളയുടെ ആക്രമണം ഉണ്ടായി. ഹിസ്ബുള്ളയുടെ ആക്രമണത്തിൽ ഇസ്രയേലി മീഡിയകൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത് 3 മരണമുണ്ടായി. അതിൽ 2 സൈനികരും 1 കർഷകനും മരിച്ചു എന്നുള്ളതാണ്. ഇത്തരത്തിൽ ഇസ്രയേലിൽ ഇറാന്റെ ഭാഗത്തു നിന്നും ഹിസ്ബുള്ളയുടെ ഭാഗത്തു നിന്നും ഞായറാഴ്ചയും ശനിയാഴ്ച രാത്രി തുടങ്ങിയ ആക്രമണം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഈ ആക്രമണങ്ങളിലൊക്കെയും ഇസ്രയേലിലെ വിവിധ ഭാഗങ്ങളിൽ ഒരുപാട് ആളുകൾക്ക് പരിക്ക് പറ്റുകയും നിരവധി പേർ മരണപ്പെടുകയും ചെയ്തു എന്ന് ആ മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഇസ്രയേലിൽ ആകെ യുദ്ധം തുടങ്ങിയത് മുതൽ 4564 ആളുകളെ പരിക്ക് പറ്റി ഹോസ്പിറ്റലൈസ്ഡ് ചെയ്തിട്ടുണ്ട് എന്ന് ഇസ്രയേലി മീഡിയകൾ റിപ്പോർട്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ ഹോസ്പിറ്റലുകളിൽ ഇറാൻ ആക്രമണം നടത്തിയതുകൊണ്ട്, കഴിഞ്ഞ ജൂണിൽ ഹോസ്പിറ്റലിൽ ഇറാൻ ആക്രമണം നടത്തിയത് കൊണ്ട് തന്നെ പല ഹോസ്പിറ്റലുകളിലും പരിമിതമായ സൗകര്യത്തിലാണ് ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നും ഇതിനൊക്കെ ഒരു ഹെൽത്ത് എമർജൻസി ഇസ്രയേലിൽ തുടരുന്നത് കൊണ്ട് തന്നെ ഉടനടി പരിഹാരം വേണമെന്നും ഇസ്രയേലിലെ പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ്. ഈ അറാദിലെ ഈ സംഭവ സ്ഥലം സന്ദർശിച്ചുകൊണ്ടായിരുന്നു പ്രതിപക്ഷ നേതാവ് ഇത്തരത്തിലൊരു ആവശ്യം മുന്നോട്ട് വെച്ചത്. നമുക്കറിയാം, ഇറാൻ ആക്രമണത്തിൽ ഇസ്രയേലിലെ ഹോസ്പിറ്റൽ സംവിധാനങ്ങളെയും ഇത് ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ഒരു പ്രതികരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഇക്കഴിഞ്ഞ ദിവസം ഇസ്രയേൽ സാക്ഷ്യം വഹിച്ചത് ഇറാന്റെ ഭാഗത്തു നിന്നുള്ള ഏറ്റവും വലിയ ആക്രമണമായിരുന്നു. ഈ ആക്രമണത്തോടെ ഇറാൻ നിർത്തിയില്ല, ആക്രമണം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ 48 മണിക്കൂറിനകം ഹോർമുസ് തുറന്നുവിടണമെന്നും എല്ലാ കപ്പലുകൾക്കും സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം പുനഃസ്ഥാപിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ഇലക്ട്രിസിറ്റി സംവിധാനങ്ങളെയും ഊർജ സംവിധാനങ്ങളെയും ഞങ്ങൾ ആക്രമിച്ച് തകർക്കുമെന്ന് ട്രംപ് വളരെ വലിയ ഭീഷണി മുഴക്കിയിട്ടുണ്ട്. പക്ഷേ ഇറാൻ ഒന്നിനും കീഴ്പ്പെടുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇറാൻ പറയുന്നത്, ഞങ്ങളുടെ ഇലക്ട്രിസിറ്റി സംവിധാനങ്ങൾക്ക് ആക്രമിച്ചു കഴിഞ്ഞാൽ മേഖലയിലെ മുഴുവൻ നിങ്ങളുടെ നേതൃത്വത്തിലുള്ള മുഴുവൻ ഇലക്ട്രിസിറ്റി സംവിധാനങ്ങളെയും ഞങ്ങൾ നിമിഷങ്ങൾ കൊണ്ട് ആക്രമിച്ച് തകർക്കുമെന്ന വളരെ വലിയ ഭീഷണി മുഴക്കിക്കൊണ്ട് ഇറാൻ രംഗപ്രവേശനം നടത്തുകയായിരുന്നു. ഇത്തരത്തിലേക്ക് യുദ്ധം വീണ്ടും വ്യാപിക്കുന്നതിനിടയിൽ തുർക്കിയുടെ നേതൃത്വത്തിൽ ഒരു മധ്യസ്ഥം നടക്കുന്നുണ്ട് എന്ന വാർത്ത റോയിറ്റേഴ്സ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുകയാണ്. തുർക്കി വിദേശകാര്യമന്ത്രി ഈ വിഷയത്തിൽ ഈജിപ്ത് വിദേശകാര്യമന്ത്രിയെയും അതുപോലെ മേഖലയിലെ വിവിധ വിദേശകാര്യമന്ത്രിമാരെയും യൂറോപ്യൻ നേതാക്കന്മാരെയും അമേരിക്കൻ ഉദ്യോഗസ്ഥന്മാരെയും ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നും യുദ്ധം എത്തരത്തിൽ അവസാനിപ്പിക്കാമെന്നുള്ള ചർച്ചകൾ തുടർന്നുകൊണ്ടിരിക്കുകയാണെന്നും റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നു. വരും ഭാവിയിൽ തന്നെ ഈ യുദ്ധം ലോകത്തെ മുഴുക്കയും ബാധിച്ചിട്ടുള്ള, കേരളത്തിലും ഇന്ത്യയിലും എന്നല്ല, ലോകത്ത് യൂറോപ്പിലും മിഡിൽ ഈസ്റ്റിലും പ്രത്യേകിച്ച് ഏഷ്യൻ രാജ്യങ്ങളിലുമൊക്കെയും ലോകം മുഴുക്കെ ബാധിച്ചിട്ടുള്ള എനർജി ഷോർട്ടേജ് കൊണ്ടും സാമ്പത്തിക ബുദ്ധിമുട്ടിലേക്ക് ആഴ്ത്തുന്ന രീതിയിൽ യുദ്ധം കടന്നു പോകുമ്പോൾ ലോകമൊട്ടാകെയുള്ള ജനങ്ങൾക്ക് ബാധിക്കാൻ പോകുന്ന ഈ ഇറാൻ ഇസ്രയേൽ അമേരിക്ക യുദ്ധം എന്ന് അവസാനിക്കുമെന്നുള്ളതാണ് ലോകം ഉറ്റുനോക്കുന്നത്. ഇത്തരത്തിലുള്ള തുർക്കിയുടെ ഭാഗത്തു നിന്നൊക്കെയുള്ള ഇത്തരത്തിലുള്ള ചർച്ചകളും മറ്റും വിജയിക്കട്ടെ എന്ന് തന്നെ നമുക്ക് പ്രത്യാശിക്കാം, അത്തരത്തിൽ തന്നെ പ്രതീക്ഷിക്കാം. പക്ഷേ യുദ്ധം ഞങ്ങൾ നിർത്തണമെങ്കിൽ വളരെ വലിയ ഉപാധികളുമായി ഇറാൻ രംഗപ്രവേശനം നടത്തി എന്നുള്ളത് മറ്റൊരു വലിയ വിഷയമാണ്. ഇറാൻ പറയുന്നത്, ഞങ്ങൾ യുദ്ധം നിർത്തണമെങ്കിൽ മേഖലയിലുള്ള മിഡിൽ ഈസ്റ്റിലുള്ള മുഴുവൻ അമേരിക്കൻ ബേസുകളും അടച്ചുപൂട്ടുകയും അവർ കാലിയാക്കി ഒഴിഞ്ഞു പോകുകയും അതുപോലെ ഇനി ഒരിക്കലും ഇറാനിലേക്ക് ആക്രമണം നടത്തുകയില്ല എന്നുള്ള ഒരു അന്താരാഷ്ട്ര ഉറപ്പ് ഞങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യണമെന്നുള്ളതാണ്. എന്നാൽ മാത്രമേ ഞങ്ങൾ യുദ്ധം നിർത്തുകയുള്ളൂ, ഹോർമുസ് കടലിടുക്ക് സാധാരണ രീതിയിലേക്ക് കൊണ്ടുവരികയുള്ളൂ എന്നും ഈ വിഷയങ്ങൾ പറഞ്ഞുകൊണ്ട് 6 ഉപാധികൾ ഇറാൻ മുന്നോട്ട് വെച്ചു എന്നുള്ളതാണ്. ഈ ഉപാധികളൊന്നും അമേരിക്ക ഒരിക്കലും അംഗീകരിക്കാൻ സാധ്യതയില്ല എന്ന്
പ്രാഥമികമായി തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമ്പോൾ യുദ്ധം എങ്ങനെ അവസാനിപ്പിക്കാൻ കഴിയും, ആര് മുന്നോട്ട് വരുമെന്നുള്ളത് സംശയത്തിൻ്റെ നിഴലിൽ തന്നെയാണ്. തൽക്കാലം നമുക്ക് വീണ്ടും കാണാം.